ഞാൻ ശരിക്കും അവർക്ക് 2.5 വയസ്സ്, എനിക്ക് 2.5 വയസ്സിൽ ഞാൻ അവരെ എഴുതിപ്പിച്ച് ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവിടെ കൊണ്ടുവന്നാക്കിയതാണ്. അന്ന് ആക്കാനുള്ള ഒരു റീസൺ എന്ന് വെച്ചാൽ ശരിക്കും എനിക്ക് മോണ്ടിസറി സ്കൂള് എന്നൊക്കെ പറഞ്ഞ് പരസ്യങ്ങൾ കണ്ടിട്ടുള്ളത് മാത്രമേ ഉള്ളൂ, എന്താണെന്ന് ഒരു ഐഡിയ പോലും ഇല്ലായിരുന്നു. അപ്പൊ ആദ്യം എൻ്റെ ഇവിടെ ഒരു ആന്റി ഉണ്ടായിരുന്നു, നമ്മളെ വീട്ടിനടുത്തുള്ള ഒരു ആന്റി, ഷീല എന്നായിരുന്നു ആന്റിയുടെ പേര്. ആന്റി പറഞ്ഞു, രാജി നിനക്ക് സ്കൂളിലാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ KG അല്ലെങ്കിൽ നഴ്സറി എന്തെങ്കിലും പോകുന്നു തോന്നുന്നുണ്ടോ എന്നെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യമൊക്കെ എനിക്കൊരു വിഷമമായിരുന്നു. 10 വർഷം കഴിഞ്ഞ് എൻ്റെ മക്കള് 2.5 വയസ്സ് കഴിയുമ്പോൾ എവിടെ ആക്കും എന്നുള്ളൊരു വലിയ ടെൻഷൻ എനിക്കുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാല്. അപ്പോഴും ആന്റി പറഞ്ഞു, നീ ഒന്ന് വന്ന് സ്കൂൾ കണ്ടു നോക്ക്, ഞാനിപ്പോൾ അവിടെ പോകാൻ തുടങ്ങി കുറച്ചായി, വളരെ കുറച്ച് കുട്ടികളെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറച്ച് പ്രൊമോട്ട് ചെയ്യാൻ നോക്കി. ഹസ്ബൻഡിനോട് ചോദിച്ചു, ഹസ്ബൻഡ് പറഞ്ഞു, നിനക്ക് എന്തായാലും ജോലിക്ക് പോകണം, 2 പേരെ പ്രായമായ അമ്മയാണ്, എല്ലാവരും എങ്ങനെ ഏൽപ്പിച്ചിട്ട് പോകും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം എന്നും പറഞ്ഞ് ഞാൻ ഒരു ദിവസം ഇവിടെ വന്നു. ആദ്യ ദിവസം വന്നപ്പോൾ പിള്ളേരും ഉണ്ടായിരുന്നു. അന്ന് വളരെ കുറച്ച് കുട്ടികളെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവരുമായിട്ട് കുറച്ച് സമയം ഇരുന്നു. അപ്പൊ തന്നെ തിരിച്ചു പോകുന്ന വഴി ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് ആക്കാം, പേടിക്കാനൊന്നുമില്ല, നമുക്ക് ആക്കി നോക്കാം, ഒന്നുമില്ലെങ്കിലും ഷീജ ആന്റി ഉണ്ടല്ലോ എന്നായിരുന്നു ആദ്യത്തെ ഒരു ഇത്. അങ്ങനെ നമ്മളിവിടെ കൊണ്ടുവന്ന് ഒരു ദിവസം ആക്കി. ഫസ്റ്റ് ഡേ നമ്മൾ കൊണ്ടുവന്നാക്കി. ടീച്ചർ പറഞ്ഞു, പിള്ളേരെ കുറച്ച് പേടിയൊക്കെ കാണുമായിരിക്കും, അത് കഴിഞ്ഞ് പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു, അവരപ്പോഴും തന്നെ അഡ്ജസ്റ്റ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് കഴിഞ്ഞ് ടീച്ചർ വിളിച്ചു പറഞ്ഞു, എന്താ ഫസ്റ്റ് ഡേ അല്ലേ, ഇന്ന് കൊണ്ടുവന്ന് വിളിച്ചുകൊണ്ട് പൊക്കോളും, പിന്നെ നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് നോക്കാമെന്ന്. എനിക്ക് ടെൻഷനായിരുന്നു. പിറ്റേ ദിവസം രാവിലെ കൊണ്ടുവന്നാക്കാമെന്ന് ഹസ്ബൻഡ് പറഞ്ഞതുകൊണ്ട് മാത്രം അന്ന് കൊണ്ടുവന്നാക്കി. അന്ന് ശരിക്കും സ്കൂൾ ടൈം കഴിഞ്ഞ് ജിനുമേം വാനിൽ തന്നെയാണ് പിള്ളേരെ വിട്ടത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കൊണ്ട് ഇന്ന് കഴിഞ്ഞ ദിവസം വരെ അവര് സ്കൂളിൽ വളരെ കംഫർട്ടാണ്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷനാണ് ഇനി അടുത്തത് എന്നുള്ളത്. എനിക്ക് ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഇല്ലായിരുന്നു. ഈ ലാസ്റ്റ് ഇവിടെ ഒരു ടൂർ പോയി യു കെ ജിന്ന് ടൂർ കൊണ്ടാക്കിയപ്പോൾ എനിക്കില്ലായിരുന്നു കേട്ടോ. വിളിച്ചുകൊണ്ട് വരാനായിട്ട് ഞാൻ കുറച്ച് സമയം ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിന്നപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ അത്രയും നാളും ഉണ്ടായിരുന്ന ഒരു എന്തോ ഒന്ന് നഷ്ടപ്പെടാൻ പോകുന്നു എന്നൊരു ടെൻഷനായിരുന്നു. കാര്യം രാവിലെ നമ്മൾ ഈ പിള്ളേരെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് പിന്നെ ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ല. അതേസമയം വീട്ടിലാക്കിയിട്ട് വന്നാൽ പോലും നമുക്ക് ടെൻഷനാണ്. അമ്മ വിളിക്കുവോ അല്ലെങ്കിൽ എത്രയാണ്, അവിടെ അടിയാണോ ബഹളമാണോ, 2 പേരും കൂടെ ആകുമ്പോഴുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ വിട്ടതിന്റെ ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അവർ ശരിക്കും എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം നമ്മളെപ്പോലുള്ള കുറച്ച് സാധാരണ പേരൻസിന് നമുക്ക് കിട്ടാതെ പോയ ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് പലപ്പോഴും എൻ്റെ കരിയറിൽ എനിക്ക് അത് ഒരുപാട് ബാധിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ എൻ്റെ പിള്ളേർക്ക് അത് ഉണ്ടാവരുതെന്ന് എനിക്ക് വലിയ ആഗ്രഹമുള്ള ഒരു പേരൻ്റായിരുന്നു. അങ്ങനെ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ ഇവിടെ കൊണ്ടൊന്ന് ആക്കിയത്. ഇപ്പൊ പലപ്പോഴും എനിക്കത് ആ ഒരു മാറ്റം എനിക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം അവര് സംസാരിക്കുമ്പോഴാണെങ്കിലും ഒരാളുടെ ബിഹേവ് ചെയ്യുന്നതാണെങ്കിലും എൻ്റെ റിലേറ്റീവ് ആണെങ്കിലും പറയാറുണ്ട്, ഇത് ഏത് സ്കൂളിൽ അവർ പഠിക്കുന്നതെന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു സന്തോഷം എപ്പോഴും കിട്ടുന്നുണ്ട്. പിന്നെ പിള്ളേരുടെ കംഫർട്ടാണെങ്കിൽ അതും പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നമുക്ക് അമ്മൂമ്മമാര് കാണും, മക്കളെ കൊഞ്ചിക്കാനായിട്ട് ഒരുപാട് റിലേറ്റീവ്സും ഒക്കെ കാണും. എങ്കിലും ഞാൻ പേഴ്സണലി ജിനുമോനോട് പറഞ്ഞിട്ടുള്ളതാണ്, ഒരിക്കലും പിള്ളേരെ വഴക്ക് പറഞ്ഞ് അവര് പിണങ്ങി നിൽക്കുമ്പോ സാധാരണ പിള്ളേർ പറയും ഞാൻ അമ്മൂമ്മേടെ അടുത്ത് പോകുന്നു അല്ലെങ്കിൽ അമ്മേടെ അടുത്ത് പോകുന്നു. ഒരിക്കലും എനിക്ക് നല്ല ഫീൽ ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ തമാശയാണ്. എങ്കിലും രാത്രി കിടക്കാൻ നേരത്ത് കിച്ചുമുത്തു എന്നാണ് മക്കളെ പേര്, അവരപ്പുറത്തും ഇപ്പുറത്തും കിടന്ന് അടി കൂടുന്നു, നല്ലതുപോലെ അടി കൂടുവാണ്. എനിക്കാണെങ്കിൽ നല്ല ടെമ്പറേച്ചർ, തലവേദന. അപ്പൊ എനിക്ക് ഉറങ്ങണം. ഞാൻ പറഞ്ഞ ഇടയിൽ കിച്ചും ഒന്നും മിണ്ടാതിരിക്കും, ഒരു രക്ഷയില്ല. എനിക്ക് ഗതി കേട്ട് ഞാൻ ഒരുപാട് നാളേക്ക് ശേഷം നല്ലൊരു അടി കൊടുത്തു ഞാൻ പറഞ്ഞു ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പറഞ്ഞ് പിടിച്ചങ്ങ് താഴെയാക്കി. അപ്പൊ ഉടനെ അവള് പറയുകയാണേ, ഞാൻ എന്നാ അപ്പുറത്തെ അമ്മൂമ്മയുണ്ട് അടുത്ത റൂമില്, ഞാൻ അമ്മൂമ്മയുടെ അടുത്ത് പോയി കിടക്കുന്നല്ല, അമ്മ ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോ, എനിക്ക് ഈ റൂമിൽ അമ്മയുടെ അടുത്ത് കിടക്കട്ടെ. ഞാൻ പറഞ്ഞു പിന്നെ ഞാനിവിടെ പോകും, എനിക്ക് ആരും വേണ്ട. എനിക്ക് ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടാണ് കേട്ടാ, സങ്കടപ്പെട്ട് പറയുവാണ്. എനിക്ക് റൂമിൽ ഇവിടെ മുത്ത് കിടക്കും, ഇവിടെ അച്ഛൻ കിടക്കും, ഇവിടെ ജീനുമിന്റെ സത്യം പറഞ്ഞാല് എനിക്ക് സത്യം ശരിയാണ് പറയുന്നത്. അത്രയും സീരിയസ് ആയിട്ട് ഞാൻ വഴക്ക് പറയുവാണ്. അവള് കരയുവാണ്. കരഞ്ഞോണ്ടിരുന്ന അപ്പുറത്തെ അമ്മൂമ്മയുണ്ട്, എപ്പോഴും കൊഞ്ചിച്ചോണ്ടിരിക്കണം അമ്മൂമ്മ. അപ്പുറത്തോട്ട് ഓടിപ്പോയി ആ ബെഡ്റൂമിൽ കിടന്നാൽ മതി, അവളെ പ്രശ്നം കഴിഞ്ഞു. പക്ഷെ അതൊന്നും അല്ല അവള് പറയുക,
അമ്മ ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിപ്പോ അമ്മ വേണ്ട എനിക്ക് പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട് രാത്രി കിടക്കാൻ നേരത്ത്. പക്ഷെ അവിടെ ഒരു കോമഡി ആയിട്ട് അപ്പൊ ഞാൻ ചോദിക്കും ഞാൻ പിന്നെ അവിടെ കിടക്കണം, ഇവിടെ കിടക്കണ്ട, ഇവിടെ അമ്മള് മാത്രം കിടക്കാം. അപ്പൊ ഞാൻ കിടക്കണ ഇവിടെ എന്താ മുത്ത്, ഇപ്പുറത്ത് ജിനുമാൻ, ഇവിടെ പിച്ചു, അപ്പുറത്ത് അച്ഛൻ. അപ്പൊ അവളാ മനസ്സിൽ അത്രയും പ്രാധാന്യം ജിനുമാനിന് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത്. എനിക്ക് സന്തോഷമാണ് തോന്നിയ കാര്യം. ഇത്രയും വാരിപ്പോലെ സന്തോഷവും അവർ ആവശ്യപ്പെടുന്നതെല്ലാം കൊടുത്തിട്ടും നമ്മളെ പോലെ തന്നെ ഒരു സ്ഥാനം ജിനുമാനുണ്ട്. വലിയ സന്തോഷമാണ് എനിക്കത് കേൾക്കാൻ.